ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടിയാണ്. അടിപൊളി രുചിയിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയൊരു പീസ് വെള്ളരിക്കയാണ്. ഇത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ കിച്ചടി ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളരിക്കയെല്ലാം ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടായ ഒരു ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച വെള്ളരിക്കയെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളരിക്ക വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളരിക്കന് നന്നായി വെന്ത് വരട്ടെ. ആ സമയത്ത് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി 1/4 കപ്പും 2 ടേബിൾ സ്പൂണും ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ 1 മുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം, കിച്ചടിയിൽ മാത്രമാണ് കടുക് ഇട്ടൊന്ന് അരയ്ക്കുന്നത്. വെള്ളരിക്ക ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ച ചുകയൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. തേങ്ങയുടെ ഈ കൂട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി 4 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് ഒന്ന് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായി കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3-4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം. കടുക് താളിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ചെറിയ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി രുചിയിൽ വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.